ഇദ്ദേഹം പ്രവാസിയാണ്, പ്രമോദ് പ്രവാസിയായിരുന്നു, ഇപ്പോൾ തിരിച്ചു വന്നു. കാരണം ഇതൊക്കെ നോക്കി നടത്താൻ വേണ്ടി തിരിച്ചു വന്നതാണ്. ഇപ്പോൾ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തവരുള്ള പ്രതിസന്ധിയിലേക്ക് പോവാണ്. ഞാൻ ഗൾഫിൽ നിന്ന് വന്നത് തന്നെ മണ്ടത്തരമായിരുന്നു. ഇങ്ങനെ ഈ തൊഴിലാളി പ്രേമം ഇല്ലായിരുന്നെങ്കിൽ എന്തെങ്കിലും വേല ഞാൻ ഗൾഫ് നാട്ടിൽ കഴിഞ്ഞേനുമായിരുന്നു. ഞാൻ ഏതാണ്ട് 33 വർഷമായിട്ട് എൻ്റെ പിതാവ് തുടങ്ങിയൊരു പ്രസ്ഥാനമാണിത്. ഏതാണ്ട് 35 വർഷത്തോളം ഞാനും ഗൾഫിലായിരുന്നു. പിതാവിൻ്റെ മരണശേഷം വരികയും ഈ പ്രസ്ഥാനം നിർത്തണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തെങ്കിലും അന്നത്തെ സമയത്ത് ഒരു 4 തൊഴിലാളികൾ വെച്ച് ഏതാണ്ട് 100 പേർക്ക് തൊഴിൽ കിട്ടുന്ന ഒരു സംരംഭം ആയതുകൊണ്ട് ഞാനത് ഏറ്റെടുക്കുകയും ഇന്ന് നടത്തുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട വി.ഡി. സതീശൻ പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഈ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. ഒരു രീതിയിൽ ഞങ്ങൾക്കിത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന്. ഇപ്പോഴും അവർ പറയുന്നത് അത് ഒരു 100 ദിവസത്തെ ശേഷം എന്തെങ്കിലും ചെയ്യാമെന്നാണ്. പക്ഷെങ്കിൽ ഈ 100 ദിവസം വരെ ഈ പ്രസ്ഥാനം ഒരു കാരണവശാലും നിലനിൽക്കത്തില്ല. തന്നെ പിതാവിൻ്റെ മരണത്തോടു കൂടി ഇവിടെ വന്നു. അത് നമ്മുടെ ഒരു ആവേശത്തിൻ്റെ ആഗ്രഹത്തിന് വന്നതാണ്. പാവങ്ങളുടെ നികുതിപ്പണം എടുത്ത് ലക്ഷക്കണക്കിന് ശമ്പളം വാങ്ങിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കുമേ ഇതിൻ്റെ പ്രയോജനം കിട്ടുന്നുള്ളൂ. ഒരു 18% സ്ത്രീകൾക്ക് മാത്രമാണ് ഇത് കിട്ടുന്നത്. അത് പാവങ്ങളെ പട്ടിണി താഴ്ത്തിക്കൊണ്ടാണ് എന്നുള്ളൊരു സങ്കടാവസ്ഥയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.